അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പ്രവീണ ലൈഫ് സ്റ്റൈൽ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു മീനിനെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഇന്ന് ഞാനൊരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. എന്നപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുകയെന്ന് നോക്കാം കേട്ടോ. അതിലോട്ടേക്ക് അരമുറി തേങ്ങ, പാകത്തിന് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പെരിഞ്ചീരകം, വെളുത്തുള്ളി ഒരെണ്ണം കേട്ടോ, പിന്നെ ചെറിയുള്ളി നമുക്ക് ആവശ്യത്തിനനുസരിച്ച് മതി. പിന്നെ എന്താ ചെയ്യുക, പുളി പുതരാനായിട്ട് ചുടുവെള്ളത്തിലിട്ട് വയ്ക്കുക കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് കുഴയ്ക്കണം തേങ്ങാമിക്സ്. എന്നതിന് ശേഷം എന്താ ഇത് അരക്കാനായിട്ട് ഒരു ജാറിലോട്ടേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ അമ്മമ്മയുടെ സ്റ്റൈല് മീൻകറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ ഒരു കറി ഞാൻ എൻ്റെ അമ്മനെ കൊണ്ട് പറഞ്ഞ് വെപ്പിക്കാൻ ഒരു വീഡിയോ എടുക്കാനും കൂടി ആയിട്ടിട്ടാ. അപ്പോൾ അതിലോട്ടേക്ക് പഴുത്ത തക്കാളി 4 ഒരു 5-6 പച്ചമുളകും, ഇനി പുളിവെള്ളം പാർന്ന് കൊടുക്കുക. എന്നിട്ട് കൈ കൊണ്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കട്ടെ. അപ്പോൾ ഈ പച്ചമുളകിൻ്റെയും തക്കാളിയുടെ ഒക്കെ ടേസ്റ്റ് ആ ഒരു പുളിവെള്ളത്തിലേക്ക് കണ്ട് കലർന്നോളും. അപ്പോൾ നമ്മളെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. എന്നതിന് ശേഷം എന്ത് ചെയ്യാം, നമുക്ക് ഇതിലോട്ടേക്ക് നമ്മൾ അരച്ച് വെച്ച് അരപ്പിട്ട് കൊടുക്കാം കേട്ടോ. അതിന് കൈ കൊണ്ട് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുക്കിംഗ് വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചാൽ ഇനി ഏത് റെസിപ്പി ഉണ്ടാക്കേണ്ടതെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തണം കേട്ടോ. ഞാൻ ഗ്യാസ് സിമിലോട്ടേക്ക് എടുത്തുണ്ടാകാൻ നിന്നപ്പോഴമ്മ പറഞ്ഞു വേണ്ട, അടുപ്പത്ത് വെക്കുക, കാരണം ചോറ് ഊറ്റി കഴിഞ്ഞ് ചട്ടിയല്ലേ കുറേ ടൈം ചൂടായി നിൽക്കണ്ട, അപ്പോൾ അടുപ്പാണ് നല്ലതെന്നും പറഞ്ഞ് ഞങ്ങൾ അടുപ്പത്തോട്ട് വെച്ചിട്ടോ. അപ്പോൾ ആ ഒരു അരപ്പൊക്കെ കലക്കി വെച്ചിട്ട് അതിൽ തന്നെയാണ് നമ്മൾ മീനിട്ട് കൊടുക്കുന്നത്. എന്നാലേ ആ മീനിൻ്റെ രസമൊക്കെ ആ ഒരു കറിയിലോട്ടേക്കും ആവുകയുള്ളൂ. അങ്ങനെ അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിക്കാം കേട്ടോ. അപ്പോൾ അതുപോലെ ഇതാ ഇങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് ഇതുപോലെ പുറത്തേക്കൊക്കെ ചിന്താൻ സാധ്യത ഉണ്ട്. അപ്പോൾ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കുക, മെല്ലെ ഒന്ന് ഇളക്കുക കേട്ടോ. ചെറുതായിട്ട് എന്ത് ചെയ്യാം, നമുക്ക് മൂടി ഒന്ന് തുറന്ന് വെച്ചൊന്ന് വേവിക്കാം. ഇനി ചിന്തി പോകണ്ട എഴുതിയിട്ടാണ്. അപ്പോൾ അടുപ്പത്താകുമ്പോൾ നമുക്ക് തീയൊന്നും നിയന്ത്രിക്കാൻ പറ്റില്ല, ഗ്യാസുമില്ലാകുമ്പോൾ നമുക്ക് തീ നിയന്ത്രിക്കാം. അപ്പോൾ എന്ത് ചെയ്യുക, വിറകൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നോക്കണം കേട്ടോ. അങ്ങനെ നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ അവിയലും ഇന്നത്തെ സാമ്പാറുണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു മീൻ കറി ഒഴിച്ച് നല്ല കുശാലായിട്ട് ഇന്നത്തെ ഊണ് സൂപ്പറാക്കി എന്ന് പറയാം കേട്ടോ. പിന്നെ ഒരു നല്ലൊരു വീഡിയോ ആയി വരുന്നവരെ ടാറ്റ ബൈ, സീ യു. അപ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, അപ്പം നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ.